ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ബിഗോണിയ ചെടിയുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ബിഗോണിയ ചെടികൾ സാധാരണ നമ്മൾ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വയ്ക്കാറുണ്ട്. അതേപോലെ നമ്മൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു പ്ലാന്റാണ് ബിഗോണിയ. ഇത് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു വേരിഗേറ്റഡുള്ള നല്ല ലീഫുകളൊക്കെ ഉള്ള ഒരു വെറൈറ്റി. നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള തൈയാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലീഫുകളൊക്കെ വലിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ബിഗോണിയ ഒട്ടുമിക്ക ബിഗോണികൾ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ 2 തൈകളാണുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകതയാണ് ബിഗോണിയയിൽ പൂക്കളുണ്ടാകുന്നത്. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റിൽ പൂവുണ്ടായതാണ്. സിൽവർ ബിഗോണിയാണ്. നമ്മൾ അത്യാവശ്യം ഒരു ഷെയ്ഡ് കിട്ടുന്ന ഏരിയയിലാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. ഓവർ വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നനച്ചു കൊടുക്കുക, മണ്ണിൽ ഈർപ്പമില്ലെങ്കിൽ നനച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ബിഗോണികൾ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡോറായിട്ട് നമ്മൾ പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സ്പ്രിംഗിൽ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇത്തരത്തിൽ പല ഗുണങ്ങൾ ഈ ഒരു ബിഗോണിയ ചെടികൾക്കുണ്ട്. നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു വേരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി നമ്മൾ എങ്ങനെ നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ബ്ലാക്ക് ലീഫുകളാണ് പ്ലാന്റിലുള്ളത്. അതേപോലെ പുതിയ ലീഫുകൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കട്ടിയുള്ള ലീഫുകളാണ്. അതുപോലെ തണ്ട് ഇതേപോലെ ഒരു യെല്ലോ ടച്ചുള്ള തണ്ടുകൾ. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 തൈകളുണ്ട്. ഇത് നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു തൈയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് വയ്ക്കുന്നത്. അപ്പോൾ അടിയിൽ ഹോളുകൾ, ഡ്രെയിനേജ് ഹോളുകളുണ്ട്. ഓവറായിട്ട് വരുന്ന വെള്ളം ഇതിൻ്റെ അടിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു പോട്ടിൽ നമുക്ക് ബിഗോണിയ നട്ട് വളർത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് നമ്മുടെ ചാണകപ്പൊടി മണ്ണും മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ്. ഇതിലാണ് നമ്മൾ ചെടി നടുന്നത്. നമുക്ക് കരിയിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു മണ്ണാണ് നമ്മൾ കറുത്ത മണ്ണ് നട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല വളത്തോടുള്ള മണ്ണ്. ഈ ഒരു ബിഗോണിയുടെ പ്രത്യേകതയാണ് ഇതിൻ്റെ കിഴങ്ങുകളുണ്ടാകും. ചൂട്ടിൽ വലിയ കിഴങ്ങുകൾ കാണാം. അപ്പോൾ ഈ കിഴങ്ങുകൾ അടക്കമാണ് നമ്മൾ നടേണ്ടത്. ഇതിലാണ് തൈകളൊക്കെ പൊട്ടി മുളച്ച് വരിക. നമുക്കത് ലീഫ് പ്രൊപ്പഗേറ്റിംഗ് ചെയ്യാം. എന്നാലും നമുക്ക് ഈ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നടുകയാണെങ്കിൽ നല്ല ഹെൽത്തിയായിട്ട് വരികയും നിറയെ വേരുകളാണ്. അതേപോലെ ഒരു പന്തൽ ചെടിയുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. കാണുന്നത് നിറയെ വേരുകളായിട്ട് വളർന്നു നമുക്കുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു തൈ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കിഴങ്ങ് അടക്കം തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വേരുകളുമുണ്ട്. വേരുകൾ ഇതേപോലെ മുകൾ ഭാഗത്ത്, നമ്മുടെ മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ പരന്ന് കിടക്കുകയാണ് ചെയ്യുക. ചെടിയുടെ അടിവശത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളല്ല, മണ്ണിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങുന്ന വേരുകളല്ല. ഈ ഒരു പ്ലാന്റ് നമുക്ക് നട്ടു കൊടുക്കാം. ആദ്യം നമ്മൾ പോട്ടിൻ്റെ അടിവശത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇനി നമുക്ക് ഇതിലേക്ക് ചെടി വെച്ച് കൊടുക്കാം. ഇതേപോലെ ആവശ്യമില്ലാത്ത മണ്ണൊക്കെ ഒഴിവാക്കി കുറച്ച് വേരുകൾ മാത്രം നിർത്തിയിട്ടാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത്. കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇത്രയും മതി. പിന്നീട് നമുക്ക് ചെറിയ വളങ്ങളൊക്കെ ഈ പ്ലാന്റിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് കളറുള്ള ഇത്തരത്തിൽ വൈറ്റ് പോട്ടൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഏതൊരു ബിഗോണിയും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡോറായിട്ട് നമ്മൾ ബിഗോണിയ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു രീതിയിലെങ്കിലും ചെറിയൊരു പാർഷ്യലായിട്ടെങ്കിലും വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെയിലുള്ള അല്ലെങ്കിൽ ചെറിയൊരു വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പൂർണ്ണമായിട്ടും വെളിച്ചമില്ലാത്ത ഏരിയയിൽ നമ്മൾ ഇൻഡോറായിട്ട് ഈ ഒരു ബിഗോണിയ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ബിഗോണിയ നല്ലൊരു വെറൈറ്റിയാണ്. അതേപോലെ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ്. ലീഫുകൾ നമ്മൾ നട്ട് വെച്ചതാണ്. നല്ല രീതിയിൽ ഇതേപോലെ നമുക്ക് മുളച്ച് കിട്ടും.
ചെറിയ തൈകൾ ഗ്രോ ചെയ്ത് വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.